ഇന്ന് നമ്മൾ കുക്കിംഗ് ഒന്നുമല്ല കേട്ടോ. നമ്മളിന്ന് നമ്മൾ ടെറസിൻ്റെ മേളിൽ നട്ടു വളർത്തിയ കുക്കുംബറിൻ്റെ വിളവെടുപ്പാണ്. അപ്പം മരുന്നൊക്കെ അടിക്കാതെ 100% ജൈവമായിട്ട് വളർത്തിയെടുത്തതാണ്. അപ്പം എൻ്റെ പേര് അക്ഷയ്. വെൽക്കം ടു മൈ ചാനൽ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിലെ ചെറിയൊരു അടുക്കളത്തോട്ടം. ഉള്ളത് പറഞ്ഞാൽ പച്ചക്കറിയൊന്നും നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കാറേ ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കുക്കുംബറിൻ്റെ അടുത്തോട്ട് പോവാം. ഇത് കണ്ടോ, ആകെ ഒരു 3 മൂടേ നട്ടിട്ടുള്ളൂ. അതാണ് വേണ്ട ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. ഇതിൻ്റെ അരിവാകി കിളിപ്പിക്കാൻ അറിയത്തില്ലെന്നോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇതിൻ്റെ തൈ മിക്ക നഴ്സറികളിലും 3 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഈ മഞ്ഞ പൂക്കൾ കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ഇനി ഞാൻ ഞങ്ങളുടെ സീക്രട്ട് സൂപ്പർ സ്റ്റാറിനെ കാണിച്ചു തരാവേ. അതായത് ഞങ്ങളുടെ ഈ സീസണിലെ ആദ്യത്തെ കുക്കുംബറാണ് കേട്ടോ ഇവൻ ഇനിയൊരു 2 ദിവസത്തെ വിളവ് കൂടിയുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ കഴിഞ്ഞ 2 സീസണായിട്ട് പാവൽ കയറ്റി വിട്ടൊരു പന്തലായിരുന്നേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത്തവണ നമുക്കൊന്ന് മാറ്റി പിടിക്കാം. അതാണ് ഇതിനകത്ത് കുക്കുംബർ കയറ്റി വിട്ടത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നട്ടിട്ട് വിളവെടുക്കാൻ മാസങ്ങളോളം കാത്തിരിക്കുകയൊന്നും വേണ്ട. ഒരു 30-40 ദിവസത്തിനുള്ളിൽ നമുക്ക് അത് കാവറിക്കാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ പെൺപൂവ്. കണ്ടോ, ഇതിൻ്റെ പിൻഭാഗത്ത് ഇതുപോലെ ചെറിയൊരു കാ പോലെ ഇങ്ങനെ കാണാം. ഇനി നമുക്ക് ആൺപൂവിനെ കാണിച്ചു തരാവേ. അതേണ്ട ഈ വെറും സാധാ പൂവ് വരെ നിൽക്കുന്നതാണ് നമ്മുടെ ആൺപൂക്കൾ. നമ്മളിപ്പോൾ കുക്കുംബറൊക്കെ നട്ട് അതിൽ കുറേ പൂക്കളൊക്കെ ഉണ്ടായി, പക്ഷേ അതിൽ കാ പിടിക്കുന്നില്ലേ ഉണ്ടല്ലോ, നമുക്കിതുപോലെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്ത് കൊടുക്കാം. അതായത് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ആൺപൂവ്. അപ്പം നമുക്ക് ആദ്യമേ ഇവൻ്റെ എന്താണ് ഈ ഇതളുകൾ ഇതുപോലെ ഇങ്ങനെ പറിച്ച് മാറ്റണം. ഓരോ ഇതളുകളും ഇതുപോലെ പറിച്ച് ആ നടുക്കത്തെ ആ പൂമ്പൊടിയുള്ള ഭാഗം മാത്രമായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഈ ആൺപൂക്കളാണ് ആദ്യമേ വിരിഞ്ഞിറങ്ങുന്നതും നമ്മൾ ഈ ചെടി നിറച്ചും പൂത്ത് നിൽക്കുന്നത്. നമ്മൾ ആദ്യം വിചാരിക്കും ഇത് മൊത്തം കായായിരിക്കുമെന്ന്. ആൺപൂക്കൾക്കൊരു 2-3 ദിവസത്തെ ആയുസേ കാണും കേട്ടോ. അത് കഴിഞ്ഞാൽ പൊഴിഞ്ഞ് താഴെ പോകും. ഇനി ഞാൻ ഇതിനെ എങ്ങനെ പോളിനേറ്റ് ചെയ്ത് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നമ്മുടെ ഇതളുകളൊക്കെ മുറിച്ച് കളഞ്ഞ ആൺപൂവ്. ഇനി നമുക്ക് പെൺപൂവിനെ മെല്ലെ കയ്യിലെടുത്ത് കണ്ടോ ഈ ആൺപൂവിൻ്റെ പൂമ്പൊടി അതിലേക്ക് ഇങ്ങനെ പറ്റിച്ച് കൊടുക്കണം. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു. ഒരു 90% കേസിലും ഇത് നമ്മൾ ഒന്നും ചെയ്യേണ്ട, നാച്ചുറലായിട്ട് തന്നെ പോളിനേറ്റ് ആയിക്കോളൂ. അല്ലാത്ത കേസിൽ മാത്രം നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ കുറച്ച് ക്യാബേജ് ചെടികൾ കണ്ടില്ലേ? ആ ക്യാബേജും ഈ കുക്കുംബറും ഒക്കെ നമ്മൾ ഒരേ സമയം നട്ടു വളർത്തുകയാണ്. പക്ഷേങ്കിൽ ഇവനെ കണ്ടോ, നോക്കി നിൽക്കുകയാണ് ഈ കുക്കുംബർ മത്സരിച്ച് വളർന്നു കയറുന്നത്. ഇതിപ്പം ഒരു 36 ദിവസം കൊണ്ടാണ് നമ്മുടെ കുക്കുംബർ ഏതാണ്ട് ഈ പരുവായത്. കുറച്ചുകൂടെ ഒന്ന് സൈസാകാനുണ്ട്. നമ്മളിത് എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ടേ ഇത് പറിക്കുന്നുള്ളൂ. ആ വീഡിയോ ആണ് നമ്മൾ ലാസ്റ്റ് പോർഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കുക്കുംബറിൻ്റെ പെൺപൂക്കളുടെ ആദ്യത്തെ സ്റ്റേജ്. ഇത് കണ്ടില്ലേ, ഈ നാര് പോലിരിക്കുന്ന ഭാഗമാണ് പൂവായി മാറുന്നതും പിന്നീട് അത് ഒഴിഞ്ഞു പോകുന്നതും. ഈ പിന്നിലുള്ളതുണ്ട് ഇത് കായായിട്ട് വളർന്നു വരും. നമ്മളൊരു തൈയൊക്കെ നട്ട് അതിൽ നിറയെ പൂക്കളും കായ്കളും ഒക്കെ ആകുമ്പം നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റത്തില്ല. ഞാനും അപ്പനും പലപ്പോഴും മത്സരമാണ് കേട്ടോ, ആരാണ് ആദ്യമേ കായ്ച്ചത് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ്. വേണ്ട ഒരു കുഞ്ഞിനുറുമ്പം വന്ന് പെട്ടിട്ടുണ്ടല്ലോ, ഇവനും നമ്മളെ പോളിനേഷന് സഹായിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞത്തെ പോർഷൻസാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കുക്കുംബർ ഏകദേശം സൈസ് ആയിട്ടുണ്ട്. ഇന്ന് നമുക്കിതിൻ്റെ വിളവെടുക്കാം കേട്ടോ. ഇനിയിപ്പം കുറച്ച് നേരത്തേക്ക് കീരിക്കാടൻ ജോസും സ്പടികൻ ജോർജും ഒക്കെ ഞാൻ തന്നെ. എവിടെ അവൻ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. പാത്ത് നിന്ന് മുതലാളിയെ പറ്റിക്കാമെന്ന് വിചാരിച്ചോടാ. നമുക്ക് ഈ ചെടീനെ വേദനിപ്പിക്കാത്ത രീതിയിൽ ഈ കുക്കുംബറിഞ്ഞ് പറിച്ചെടുക്കാവേ. നമ്മൾ ദിവസേന ഉണ്ടല്ലോ കുറച്ച് കുക്കുംബർ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഇവൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കിത്തരും. അതായത് ഇതിൽ 96% വെള്ളമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കും. അതുപോലെ തന്നെ കലോറി മൂല്യം തീരെ കുറവായതിനാൽ ഇത് ധാരാളമായി കഴിച്ചാൽ നമ്മുടെ വിശപ്പും മാറും. അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസിനും സഹായിക്കും. പിന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ സഹായിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ എ പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ഇമ്മ്യൂണിറ്റി അതുപോലെ തന്നെ കാഴ്ചശക്തി ഇതൊക്കെ ബൂസ്റ്റ് ചെയ്യും. ഇതിൽ വിറ്റാമിൻ കെയും അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ കെ ആണ് നമ്മുടെ ശരീരത്തിലൊക്കെ ചെറിയ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ വായുനാറ്റവും സൺബേണും ഒക്കെ കുറയ്ക്കാനും സഹായിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ ബ്യൂട്ടി പാർലറിലൊക്കെ ഇതിങ്ങനെ കണ്ണിൽ മുറിച്ച് വെച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ കുക്കുംബർ.
ഇത് വീഡിയോയിൽ ഇതിൻ്റെ വലിപ്പം എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഇതൊരു 300-350 ഗ്രാം കാണും ഈ ഒറ്റ കുക്കുംബർ തന്നെ. നിങ്ങൾ ഈ ചെടിയിലോട്ടൊന്ന് നോക്കിയേ. വെറും 2 ദിവസം കൊണ്ട് തന്നെ ഇതിന് വന്ന മാറ്റം കണ്ടോ? കായൊക്കെ അത്യാവശ്യം സൈസായില്ലേ ഇപ്പോൾ. ഇതേണ്ട ഈ കായ ഒന്ന് നോക്കിയേ. കുഞ്ഞിപ്പുഴുവിൻ്റെ കൂട്ടൊരു കായ. ഇത് കണ്ടോ, ഇതിൻ്റെ ചെറുപ്പത്തിലെ എന്താണ് നമ്മുടെ ഈച്ച കുത്തിയതാണ്, അതാ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. ഇതിനി ശരിയാകത്തില്ല കേട്ടോ. ഇതിനി കുറച്ച് കഴിയുമ്പോൾ ചെറുകെ അഴുകി പോത്തേ ഉള്ളൂ. ഇതിൻ്റെ ശരീരത്തിലെ മുള്ളുകൾ കണ്ടോ. ഇത് നമ്മുടെ കുക്കുംബർ വിളയും തോറും എന്താണ് ഈ മുള്ളുകളൊക്കെ മാറി നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് മാറി വരും. നമ്മുടെ കുക്കുംബർ കൃഷി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലത്തെ കൃഷി വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണേ.